Welcome all of you to PrepScale. I am Dr. V. Balakrishnan. നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും എന്നെ അറിയാം. PrepScaleൽ LP-UP ബാച്ചിന് വേണ്ടിയിട്ട് സൈക്കോളജി ആൻഡ് പെഡഗോജി എടുക്കുന്നത് ഞാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് കുറേ പേര്, അതായത് അതൊരു കണക്കില്ല, അത്രയധികം പേര് മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്ന പല ഉദ്യോഗാർത്ഥികളും ഞങ്ങളോട് പേഴ്സണലായിട്ടും ഇമെയിൽ വഴിയും ഒക്കെ ആയിട്ട് ചോദിക്കുകയുണ്ടായി, സൈക്കോളജി ആൻഡ് പെഡഗോജി ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ബാച്ച് തുടങ്ങാൻ പറ്റുമോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള എൻക്വയറീസ് ധാരാളം ഉണ്ടായ സ്ഥിതിക്ക് PrepScale ഒരു സോഷ്യലി കമ്മിറ്റഡ് ഓർഗനൈസേഷൻ എന്നുള്ള നിലക്ക് നമ്മൾ ഏതായാലും തീരുമാനിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് പരീക്ഷ വരെ ഒരു സൈക്കോളജി ആൻഡ് പെഡഗോജി എന്നുള്ള സ്പെഷ്യൽ ബാച്ചുകൾ ആരംഭിച്ചാലോ എന്ന്. ഇപ്പോൾ തന്നെ ധാരാളം എൻക്വയറികൾ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് സൈക്കോളജി ആൻഡ് പെഡഗോജി സ്പെഷ്യൽ ബാച്ച്. ഓക്കെ, നിങ്ങളിവിടെ കാണുന്ന പോലെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് മാർച്ച് 14, 2024 മാർച്ച് 14 മറ്റന്നാളാണ് നമ്മുടെ സൈക്കോളജി ആൻഡ് പെഡഗോജി സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതാ PrepScaleൻ്റെ ഈ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് സൈക്കോളജി ആൻഡ് പെഡഗോജിക്ക് ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ തുടങ്ങുന്നത്? ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 100 മാർക്കിനുള്ള പരീക്ഷയാണ് നമ്മുടെ LP-UP പരീക്ഷ. ഇതിൽ മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ, മുൻകാലങ്ങളിൽ എന്ന് ഞാൻ പറയുന്നത് 2020 നവംബറിൽ നടത്തിയ പരീക്ഷയിൽ 20 മാർക്കിനായിരുന്നു സൈക്കോളജിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായത്. എന്നാൽ ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പുതിയ കുറേ ടോപ്പിക്കുകൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 10 മാർക്കിൻ്റെ മലയാളത്തിൽ ഏകദേശം 2-3 ചോദ്യങ്ങൾ മലയാളം ബോധനശാസ്ത്രം, ഓക്കെ, ഉദ്ഗ്രഥിത സമീപനം, ഭാഷാ ബോധനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ആസൂത്രണം, വിലയിരുത്തൽ, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ്. സിമിലർലി 10 മാർക്കിൻ്റെ ഇംഗ്ലീഷിന് അതിലും 2-3 മാർക്ക് ഇംഗ്ലീഷ് ബോധനവുമായി ബന്ധപ്പെട്ടതായാലും ഇംഗ്ലീഷ് ലേണിംഗ്, അതായത് ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് അക്വിസിഷൻ, അതേപോലെ തന്നെ അസസ്മെൻറ്റ്, ഇവാലുവേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ LP-UP ക്ലാസ്സസ്, ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മേഖലകൾ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾക്കറിയാം, ആദ്യ ഭാഗത്ത് സൈക്കോളജി എന്ന ആദ്യ ഭാഗത്തുള്ള 25 ടോപ്പിക്കുകളിൽ അവസാനത്തെ 3 ടോപ്പിക്ക് എന്താണ്? കേരളത്തിലെ വിദ്യാഭ്യാസ ഭരണ സംവിധാനം, പിന്നെ വിദ്യാഭ്യാസ ഏജൻസികൾ, പിന്നെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയിൽ ഉൾപ്പെടുത്തിയ ടോപ്പിക്കുകളായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാര്യം, അതായത് കഴിഞ്ഞതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷ. ഓക്കെ, ഒരു 3-4 മാസത്തിനുള്ളിൽ നമ്മുടെ ഈ പരീക്ഷ വരും. അപ്പോൾ PrepScale ഉദ്ദേശിക്കുന്നത് നമ്മളോട് ആവശ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സൈക്കോളജി ആൻഡ് പെഡഗോഗി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള, അതായത് അതിൽ നിന്ന് വരാവുന്ന ഒരു 26-27 മാർക്കിൻ്റെ ചോദ്യം ഈ മേഖലയിൽ നിന്ന് വരും. അതായത് നിങ്ങളുടെ ആകെ ചോദ്യത്തിൻ്റെ 25, 26, 27% വരുന്നത് സൈക്കോളജി ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. ഓക്കെ, അപ്പോൾ ആ മേഖലയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയാൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഉയർന്നൊരു സ്ഥാനം നേടാൻ പറ്റും എന്ന് നിങ്ങൾക്ക് നിസ്സംശയം ഊഹിക്കാം. എന്തൊക്കെയാണ് PrepScaleൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. LPST, UPST സൈക്കോളജി സ്പെഷ്യൽ ബാച്ച്. ഈ സൈക്കോളജി സ്പെഷ്യൽ ബാച്ച് നമ്മൾ തുടങ്ങുന്നത്
മാർച്ച് 14 അതായത് മറ്റന്നാളാണ് സൈക്കോളജിയുടെ സ്പെഷ്യൽ ബാച്ച് ആരംഭിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഓരോ ഉദ്യോഗാർത്ഥിക്കും പ്രത്യേക ശ്രദ്ധ കൊടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഓരോ ബാച്ചിലും 100 പേർക്ക് മാത്രമാണ് പ്രവേശനം നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, സൈക്കോളജി ഓൺലി ബാച്ച് മാർച്ച് 14 ആരംഭിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഓരോ ബാച്ചിലും 100 പേർക്ക്, ആദ്യം പ്രവേശിക്കുന്ന 100 പേർക്ക് മാത്രമാണ് പ്രവേശനം നൽകുക. ഇനി നമ്മുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുക. അതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതായത് സിലബസിലെ മുഴുവൻ ടോപ്പിക്കുകളും കവർ ചെയ്യുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം സൈക്കോളജിയുടെ 20 മാർക്കിൻ്റെ ആദ്യത്തെ പോർഷൻ, പിന്നെ മലയാളത്തിലെ ഒരു 2-3 മാർക്ക്, പിന്നെ ഇംഗ്ലീഷിലെ ഒരു 2-3 മാർക്ക്, പിന്നെ സൈക്കോളജിയിലെ 20 മാർക്ക്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് 25-26 മാർക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ സൈക്കോളജിയിൽ PSC അനൗൺസ് ചെയ്ത 25 ടോപ്പിക്കുകളുണ്ട്. അതായത് പഠനത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, സമീപനങ്ങൾ, പിന്നെ മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, പിന്നെ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും, പിന്നെ വ്യക്തിത്വം, ബുദ്ധി, വികാസം, വികാസ തലങ്ങൾ, അഭിപ്രേരണ, അഭിക്ഷമത, ഇങ്ങനെ തുടങ്ങി ഒടുവിൽ വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ, അങ്ങനെ 25 ടോപ്പിക്കുകൾ ഈ സൈക്കോളജി വിഭാഗത്തിലുണ്ട്. ഈ മുഴുവൻ ടോപ്പിക്കും ഡിസ്ക്രിപ്റ്റീവായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയും പിന്നെ ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ അതിൻ്റെ എക്സാമും നടത്തുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെയാണ് മലയാളം ബോധനശാസ്ത്രവും പിന്നെ ഇംഗ്ലീഷ് പെഡഗോഗിയും. അപ്പോൾ ശ്രദ്ധിക്കുക, സിലബസിലെ മുഴുവൻ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന വിധത്തിലായിരിക്കും പ്രപ്പ് സ്കെയിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ക്ലാസ് തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഞാനായിരിക്കും. അതായത് ഈ ക്ലാസ് മുഴുവനായിട്ടും കൈകാര്യം ചെയ്യുന്നത് അടുത്ത പരീക്ഷ തുടങ്ങുന്നത് വരെ ഞാനായിരിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള സംശയവും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസിനും അതേപോലെ സംശയ നിവാരണം ഇതിനൊക്കെ ആയിട്ടുള്ള സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ പിന്നീട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സിലബസിലെ മുഴുവൻ ടോപ്പിക്കുകളും കവർ ചെയ്യും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ മേഖലയിൽ നിന്ന് വരാവുന്ന 26-27 മാർക്കും ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യുന്നു എന്നാണ് ഞാൻ പരോക്ഷമായി പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അടുത്തൊന്ന്, ടോപ്പിക്കുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ. അതായത് നമ്മളുടെ വീഡിയോ ക്ലാസ്സുകൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുക? ഉദാഹരണത്തിന് പഠനത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, സമീപനങ്ങൾ, ഇതാണ് ഒന്നാമത്തെ ടോപ്പിക്ക്. രണ്ടാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളുമാണ്. മൂന്നാമത്തെ ടോപ്പിക്ക് വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളുമാണ്. പിന്നെ അവസാനത്തെ ടോപ്പിക്ക് വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. അപ്പോൾ ഇതേ ഓർഡറിൽ, അതായത് ടോപ്പിക്കുകളുടെ അതേ ഓർഡറിലായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ, നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഞങ്ങളുടെ ക്ലാസ്സുകൾ മുഴുവനും റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും. ഞാൻ തന്നെയായിരിക്കും മുഴുവൻ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ മുഴുവനും റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കുക. ഇനി എങ്ങനെയാണ് ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് ഞങ്ങൾ ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് നേരിട്ടിട്ട് തരികയല്ല ചെയ്യുന്നത്, മറിച്ച് ദിവസേനയുള്ള ടൈം ടേബിൾ തയ്യാറാക്കി നിങ്ങൾക്കൊരു ദിനചര്യ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യൂ. അതായത് നിങ്ങൾ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കറിയാം അതിനുള്ള സന്നദ്ധത ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യവഹാരത്തിന് ഗുണം ഉണ്ടാവൂ.
നിങ്ങൾക്ക് തോണ്ടയ്ക്കിൻ്റെ പഠന സന്നദ്ധതാ നിയമമൊക്കെ അറിയാവുന്നതാണ്. അതിനർത്ഥം ഒരു വ്യവഹാരത്തിൽ നമ്മൾ ഇടപെടുന്നതിനുള്ള അനുകൂലമായ മാനസിക നില ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ ആ വ്യവഹാരത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ മാത്രമേ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പ്രപ്പ് സ്കെയിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ തയ്യാറാക്കി നിങ്ങളുടെ മുന്നോട്ട് വെച്ച് തരും. ഈ ടൈം ടേബിൾ അധിഷ്ഠിതമായിട്ടായിരിക്കും പിന്നീട് ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ദിവസേനയുള്ള ക്ലാസ്, അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഈ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും ഉണ്ടാവും. അപ്പോൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള നോട്ട്സ് പ്ലസ് ഈ നോട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം, നോട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളിൽ കൂടി ക്ലാസ് ഉണ്ടാവും. പിന്നെ ആ ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ആ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ടൈം ടേബിൾ അധിഷ്ഠിത ക്ലാസ് ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇന്നതാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കും. സോ ദാറ്റ് യു ക്യാൻ മേക്ക് യുവർ സെൽഫ് പ്രിപ്പയർ ഫോർ ദ ലെസൺ ടു ബി ടോട്ട്. എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഞങ്ങൾ ഈ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക. ഇനി ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിൽ സമഗ്രമായ ആശയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ ആയിരിക്കും ഞങ്ങൾ ക്ലാസ്സുകൾ തയ്യാറാക്കുക. മനഃപ്പാഠമാക്കിക്കൊണ്ടോ അതേപോലെ തന്നെ ഉരുവിട്ട് പഠിച്ചതുകൊണ്ടോ ഉള്ള പഠനമല്ല ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. ചോദ്യം ഏത് വിധത്തിൽ വന്നോട്ടെ, എങ്ങനെ വന്നു കഴിഞ്ഞാലും ഉത്തരം എഴുതാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളെ മാനസികവും ഭൗതികവുമായി തയ്യാറാക്കുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും പ്രപ്പ് സ്കെയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, ആഴ്ച തോറും സൂം ആപ്പ് വഴിയുള്ള ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷൻസ്. ശ്രദ്ധിക്കുക, ഇവിടെ ആഴ്ച തോറും, ഇനി അങ്ങോട്ട് നമുക്ക് ഒരു 4 മാസമുണ്ട് പരീക്ഷയ്ക്ക് എന്ന് വെച്ചോ. അപ്പോൾ 4 മാസം എന്ന് പറയുമ്പോൾ മിനിമം ഒരു 16 ആഴ്ച അല്ലെങ്കിൽ 15 ആഴ്ച നമുക്ക് കൂട്ടാം. അപ്പോൾ ഈ 15 ആഴ്ചയിൽ 15 സൂം ആപ്പ് വഴിയുള്ള ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ്സസ്. അതായത് ആദ്യം ഞങ്ങൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നു എന്ന് വെച്ച അർത്ഥം, നമ്മളിവിടുന്ന് റെക്കോർഡ് ചെയ്ത ക്ലാസ് നിങ്ങളിലേക്ക് എത്തുന്നത് അന്നോ അതിൻ്റെ പിറ്റേന്നോ ആയിരിക്കും. നിങ്ങളൊരു പക്ഷേ അത് കാണുന്നത് അന്നോ അതിൻ്റെ പിറ്റേന്നോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിലേ അവിടെ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നിങ്ങൾ ക്ലാസ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചായിരിക്കും. അതിന് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ ഈ ക്ലാസ് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ, ഈ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ കാണുമ്പോൾ നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെയുള്ള സംശയങ്ങൾ നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് വിഷയം സൈക്കോളജിയാണ്. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ധാരാളം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്കറിയാം, പലപ്പോഴും സൈക്കോളജിയിൽ നമ്മൾ തിയറിയാണ് പഠിക്കുന്നത്. ഒരാളുടെ സിദ്ധാന്തമായിരിക്കണമെന്നില്ല മറ്റൊരാളുടെ സിദ്ധാന്തമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പം നമുക്കറിയാം, കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പിയാഷെയുണ്ട്, ബ്രൂണറും ഉണ്ട്. അപ്പോൾ പിയാഷയുടെ ഭൗതിക വളർച്ചാ സിദ്ധാന്തമുണ്ട്, ബ്രൂണറുടെ ഭൗതിക വളർച്ചാ സിദ്ധാന്തമുണ്ട്. രണ്ടുപേരും കോഗ്നിറ്റീവ് സ്കൂൾ ഓഫ് തോട്ടിൽ ഉള്ളവരാണ്. പക്ഷേ രണ്ടുപേരും ഭൗതിക വളർച്ചയെക്കുറിച്ച് പറയുന്നത് 2 ഡിഫറൻ്റായ കാര്യങ്ങളാണ്. പിയാഷെ പറയുന്നു വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൗതിക വളർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ പിയാഷയുടെ ഘട്ടസിദ്ധാന്തം വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ബ്രൂണർ പറയുന്നു വയസ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല ഭൗതിക വളർച്ച ഉണ്ടാവുന്നത്, മറിച്ച് പഠിതാവ് നേരിടുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഈ സൈക്കോളജിയിലെ തിയറികൾ പലതും നമുക്ക് വിരുദ്ധങ്ങളായ തിയറികളെ പോലെ തോന്നിയേക്കാം. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. ഈ സംശയമാണ് നമ്മൾ മുഖാമുഖം, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സിൽ നമ്മൾ മുഖാമുഖം സംസാരിക്കുന്നില്ല, എന്നാൽ മുഖാമുഖമുള്ള ഡയറക്റ്റ് ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സൂം ആപ്പ് വഴിയുള്ള ലൈവ് സെഷൻസ് എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ സംശയമുണ്ടോ ആ സംശയമൊക്കെ എന്നോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഞാനതിന് നിങ്ങളെ ടി വിയിൽ കണ്ട് മുഖാമുഖം നിങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അതേസമയം ഞാൻ സൈമൾട്ടേനിയസ് ആയിട്ട് അതിനുള്ള സംശയ നിവാരണവും ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആഴ്ച തോറുമുള്ള സൂം ആപ്പ് വഴിയുള്ള ലൈവ് വീഡിയോ ഇൻറ്ററാക്റ്റീവ് സെഷൻസാണ്. എപ്പോഴും ഇൻറ്ററാക്റ്റീവ് സെഷൻസ് കൂടി നമുക്ക് പല സംശയങ്ങൾ ദൂരീകരിക്കാനും ഒപ്പം ആ സംശയ നിവാരണത്തിൽ കൂടി നമ്മുടെ ഒരുപാട് ഉത്തരങ്ങൾ, ഒരു ഉത്തരമല്ല, ഒരു സംശയം നിവാരണം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 or 3 ചോദ്യത്തിനുള്ള ഉത്തരം ശരിയായി ചിന്തിക്കാനുള്ള ഒരു വഴികാട്ടിയായി അത് മാറും. അപ്പോൾ സംശയ നിവാരണം എന്നുള്ളത് ഒരു വളരെ ചെറിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്, അതൊരു വലിയ കാര്യമാണ്. അതാണ് ഞങ്ങൾ പ്രൊഫ്സ്കെയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സൂം ആപ്പ് വഴിയുള്ള ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ്. അടുത്തത്, മുഴുവൻ ക്ലാസ്സിൻ്റെയും PDF നോട്ടുകൾ ഞങ്ങളുടെ പ്രൊഫ്സ്കെയിലിൻ്റെ ആപ്പിൽ ലഭ്യമാക്കും. ഞാൻ പറഞ്ഞു നിങ്ങളോട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ ധാരാളം ഉണ്ടായിരിക്കും. ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരേ ക്രമപ്രകാരമുള്ള, അതായത് PSC എങ്ങനെയാണോ സിലബസ് ക്രമീകരിച്ചിട്ടുള്ളത് അതേ ക്രമം പാലിച്ചുകൊണ്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ. പക്ഷേ ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ മറ്റോ കണ്ട് എഴുതിയെടുക്കേണ്ടതായിട്ടൊക്കെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ PDF നോട്ടുകൾ ഞങ്ങൾ പ്രൊഫ്സ്കെയിലിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാക്കി തന്നിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത, മുഴുവൻ ക്ലാസ്സിൻ്റെയും ഏകദേശം ഒരു 60-70 ക്ലാസ്സുകൾ ഞങ്ങൾ ഈ 25 ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടായിരിക്കും. ഈ ഇത്രയും ക്ലാസ്സിൻ്റെയും PDF നോട്ടുകൾ ആപ്പിൽ ലഭ്യമായിരിക്കും. ഇതാണ് സൈക്കോളജി ഓൺലി ബാച്ചിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് എടുത്തു കാട്ടാൻ ഉള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്രാവശ്യം വന്ന ഒരു പുതിയ ടോപ്പിക്കാണ്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലം മലയാളത്തിലുള്ള 10 ചോദ്യത്തിൽ ഈ 10 ചോദ്യവും മലയാളം, വ്യാകരണം, സന്ധി, സമാസം, ഭാഷ, സാഹിത്യം അതിനെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇപ്രാവശ്യം ഇതിൽ നിന്ന് ഒരു 2 or 3 ചോദ്യങ്ങൾ എന്തിനെക്കുറിച്ചൊക്കെ ആവാം. PSC അത് അറിയിച്ചതുണ്ട്. മലയാളം ബോധനശാസ്ത്രം, ഭാഷാശാസ്ത്രപരം, പിന്നെ ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ഒപ്പം പിന്നെ ആസൂത്രണം, വിലയിരുത്തൽ, ഇത്തരം കാര്യങ്ങളായിരിക്കും 2 or 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമായിട്ടാണ് ഞങ്ങളുടെ പല കുട്ടികളും ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്ന ഒരു ഫീഡ്ബാക്ക്. അതുകൊണ്ട് ഞാൻ ഈ മലയാളം ബോധനശാസ്ത്രത്തിന് വേണ്ടി മാത്രം, അതായത് 2 or 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പാകത്തിന് ഏകദേശം 300 ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ഈ മലയാളം ബോധനശാസ്ത്രത്തിൽ നിന്ന് മാത്രം ഞങ്ങളിവിടെ തയ്യാറാക്കി വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ക്ലാസ്സുകളിൽ കൂടി നിങ്ങൾക്ക് തരിക. ഓരോ ചോദ്യവും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് അത് ഉത്തരമാണ്, എന്തുകൊണ്ട് ഇത് ഉത്തരമല്ല, ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഒരു എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള നോട്ടുകളും അതേപോലെ ക്ലാസ്സുകളുമായിരിക്കും ചെയ്യുക. അല്ലാതെ വെറും ചോദ്യം വായിക്കുകയും ഉത്തരം മാർക്ക് ചെയ്തു പോവുകയും ചെയ്യുന്ന രീതിയല്ല പ്രൊഫ്സ്കെയിൽ ഇനി അങ്ങോട്ട് സ്വീകരിക്കുന്നത്. മറിച്ച് ഓരോ ഓപ്ഷനും
ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഓപ്ഷൻ എ ശരി, എന്തുകൊണ്ട് ഓപ്ഷൻ ബി തെറ്റ്, എന്തുകൊണ്ട് ഓപ്ഷൻ സി തെറ്റ്, ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ക്ലാസ് മുന്നോട്ട് പോവുക. അതേപോലെ ഇംഗ്ലീഷ് പെഡഗോജി നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് താരതമ്യേന ഡിഫിക്കൽട്ടായ മറ്റൊരു ഭാഗമാണ് ഇംഗ്ലീഷ് പെഡഗോജി. ഈ മലയാളം പെഡഗോജിയും ഇംഗ്ലീഷ് പെഡഗോജിയുടെയും ഒരു പ്രത്യേകത, ഇതൊക്കെ ചോദ്യങ്ങൾ വളരെ ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാവുന്ന, ഒരു വരിയിൽ ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങൾ ഇതിലുണ്ടാവില്ല. ഇതിൽ ചോദ്യങ്ങൾ തന്നെ 5-6 വരികളിലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ തന്നെ സമയമെടുക്കും. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് ഉത്തരം എഴുതാനുള്ള സമയവും തീർന്നിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ചോദ്യം വായിക്കുക, ചോദ്യം എങ്ങനെ ഗ്രഹിക്കുക, ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റുകൾ, സ്ട്രെസ് നൽകേണ്ട, ഊന്നൽ നൽകേണ്ട മേഖലകൾ ഏതെന്ന് ശാസ്ത്രീയമായി നിങ്ങളെ പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പോകാവുന്ന വിധത്തിൽ ഒരു മാനസിക ചട്ടക്കൂട് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൂടിയായിരിക്കും നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, മലയാളം ബോധനശാസ്ത്രം, ഇംഗ്ലീഷ് പെഡഗോജി എന്നിവയ്ക്ക് പ്രത്യേകം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ പ്രത്യേകം ക്ലാസ്സുകൾ എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ കൊല്ലം ഈ ടോപ്പിക് ഇല്ലായിരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം എഴുതിയിട്ട് ലിസ്റ്റിൽ വരാതെ പോയ ഉദ്യോഗാർത്ഥികൾ, അവർക്കും പിന്നെ ഇപ്രാവശ്യം പുതുതായി എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇതൊക്കെ ഒരു പുതിയ വിഷയമായിട്ടായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൽ നല്ല പരിശീലനം ലഭിച്ചേ പറ്റൂ. അപ്പോൾ മലയാളം ബോധനശാസ്ത്രത്തിന് 300ഓളം ചോദ്യങ്ങളും ഇംഗ്ലീഷ് ബോധനശാസ്ത്രത്തിന് 200ഓളം ചോദ്യങ്ങളും ഞങ്ങളുടെ ഡാറ്റാബേസിൽ ഞങ്ങൾ തന്നെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളിൽ കൂടി നൽകുക. എന്നിട്ട് വീക്കിലി നടത്തുന്ന എക്സാമിനേഷനിൽ കൂടി നിങ്ങളുടെ ശരിതെറ്റുകൾ വിലയിരുത്തുകയും ചെയ്യും. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്കിലി നമ്മൾ എക്സാം നടത്തിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മുടെ ശക്തി ദൗർബല്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഏകദേശം 26 മാർക്കിൻ്റെ 27 മാർക്കിൻ്റെ സൈക്കോളജി ആൻഡ് പെഡഗോജി ചോദ്യം മോഡൽ എക്സാമായിട്ട് നിങ്ങൾക്ക് തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പരീക്ഷ എഴുതും. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കും. എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പോരായ്മ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും. ഈ റിവിഷൻ എക്സാമിനേഷനിൽ കൂടിയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങൾ കുറേ കൂടി മാനേജ്മെൻറ്റ് മേഖലയിലെ തത്വങ്ങൾ കൂടി ഉപയോഗിച്ചാണ് ഈ പരിശീലനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളോട് പറയാണ്, മാനേജ്മെൻറ്റ് മേഖലയിലെ ഒരു സങ്കല്പമാണ്, ഒരു തിയറിയാണ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്. അതായത് SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്. അപ്പോൾ ഒരു പരീക്ഷ നടത്തിയാൽ മാത്രമേ നിങ്ങളുടെ സ്ട്രെങ്ത് ഏരിയ എന്താണ്, വേർ ആർ യു സ്ട്രോങ്, ആൻഡ് സിമിലർലി വേർ ആർ യു വീക്ക്, ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ എക്സാമിനേഷൻ ഉണ്ടാവും. ഇനി ഈ ക്ലാസ്സുകൾ മുഴുവനും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പോകുന്ന ഒരു ബിഗ് ബോണസ് ആണ് എന്ത്, ഏറ്റവും ഒടുവിൽ റിയൽ ടൈം എക്സാം. ഈ റിയൽ ടൈം എക്സാം എന്ന് പറയുന്നത് ഈ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിലായിരിക്കും റിയൽ ടൈം എക്സാം നടത്തുക. എന്താണ് ഈ റിയൽ ടൈം എക്സാം? ഞങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നു, ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തത്സമയ, അതായത് ഒരു സൈമൾട്ടേനിയസ് റിയൽ ടൈം എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും.
എങ്ങനെയാണോ നിങ്ങൾ PSC എക്സാമിനേഷൻ എഴുതുന്നത് അതേ ചുറ്റുപാടുകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റിയൽ ടൈം എക്സാമിനേഷൻ നടത്തും. എന്നിട്ട് ആ റിയൽ ടൈം എക്സാമിനേഷൻ വാല്യൂ ചെയ്യുകയും ആ വാല്യൂവിൽ കൂടി ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ സ്ട്രെങ്ത് ഏരിയയും നിങ്ങളുടെ വീക്ക് ഏരിയയും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതനുസരിച്ച് പിന്നീട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രൊപ് സ്കെയിൽ, അതായത് ടൈലർ മെയ്ഡ് അപ്രോച്ച് ആൻഡ് കസ്റ്റമൈസ്ഡ് സർവീസ്. ഇതിനെ 2 അപ്രോച്ച് എന്ന് പറയാം. ഇത് ടൈലർ മെയ്ഡ് അപ്രോച്ച്. എന്താണ് ഈ ടൈലർ മെയ്ഡ്? അത് നമ്മളൊരു ഷർട്ട് തുണി വാങ്ങിയിട്ട് ഒരു തയ്യൽക്കാരന് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഷർട്ട് തുന്നിത്തരാനാണ് ടൈലറോട് പറയുന്നത്. അല്ലാതെ ടൈലർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഷർട്ട് തയ്ച്ച് നമുക്ക് തരികയല്ല ചെയ്യുന്നത്. സിമിലർലി പ്രൊപ് സ്കെയിലും ചെയ്യുന്നത് ഒരു ടൈലർ മെയ്ഡ് അപ്രോച്ചാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണ് പോരായ്മ, നിങ്ങൾക്ക് ഏത് കാര്യമാണ് ഗ്രഹിക്കാൻ പറ്റാത്തത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുള്ള ഒരു സമീപന രീതിയാണ് ഇവിടെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. അതിനെയാണ് നമ്മൾ ടൈലർ മെയ്ഡ് അപ്രോച്ച്. ഈ ടൈലർ മെയ്ഡ് അപ്രോച്ചിനെ പോലെ തന്നെ ഒരു കസ്റ്റമൈസ്ഡ് അപ്രോച്ചും ഉണ്ട്, ഒരു കസ്റ്റമൈസ്ഡ് സർവീസും ഉണ്ട്. അതായത് ചില ഉദ്യോഗാർത്ഥികൾക്ക് വ്യക്തിത്വം എന്ന് പറയുന്ന മേഖല ബുദ്ധിമുട്ടായിരിക്കും. ചില ആൾക്ക് ബുദ്ധിമാനം കണക്കാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധി സിദ്ധാന്തങ്ങളെക്കുറിച്ചായിരിക്കും ബുദ്ധിമുട്ടുള്ളത്. ചില ആൾക്ക് മലയാളം ബോധനശാസ്ത്രം എളുപ്പമായിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷ് ബോധനശാസ്ത്രം എളുപ്പമായിരിക്കും, ചിലർക്ക് മനഃശാസ്ത്ര പഠന രീതികൾ ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്കത് എളുപ്പമായിരിക്കും. അപ്പോൾ ആർക്ക് ഏതാണ് ആവശ്യം എന്ന് കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുന്ന രീതിയായിരിക്കും ഈ പരീക്ഷയിൽ ഈ മുഴുവൻ സൈക്കോളജി സ്പെഷ്യൽ ബാച്ചിലും ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടിയിട്ട് കോഴ്സിൽ ചേരുന്നവർക്ക് മാത്രമായിട്ട് 24/7 ഒരു നമ്പർ, ആ നമ്പർ എൻ്റെ നമ്പറായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. അത് പക്ഷേ ക്ലാസ്സിൽ ചേരുന്നവർക്ക് വേണ്ടി മാത്രമായി ചുരുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ നമ്മുടെ പ്രൊപ് സ്കെയിലിൻ്റെ LP UP സൈക്കോളജി ഓൺലി ബാച്ചിലേക്ക് സ്വാഗതം. അതായത് ഇതിൽ സൈക്കോളജി മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. പക്ഷേ സൈക്കോളജി പഠിപ്പിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് മറന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ ആശയ വ്യക്തത വരുത്തിക്കൊണ്ട് എല്ലാ സംശയങ്ങളും നിവാരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന 26-27 മാർക്ക് മുഴുവനും ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു കോഴ്സ് പ്ലാനാണ്, സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഈ പ്രൊപ് സ്കെയിലുമായി ബന്ധപ്പെടുക. നമ്പർ ഇവിടെ ഉണ്ട്, 9061990022. ഞാനൊന്നുകൂടി വായിക്കാം, 9061990022, 9061990024. ഓക്കെ, അപ്പോൾ സൈക്കോളജി സ്പെഷ്യൽ ബാച്ച് നമ്മൾ മറ്റന്നാൾ ആരംഭിക്കുകയാണ്, മാർച്ച് 14 ആരംഭിക്കുകയാണ്. അതുപോലെ ഓരോ ബാച്ചിലും 100 പേർക്ക് വീതമായിരിക്കും പ്രവേശനം. പിന്നെ PSC അനൗൺസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിൻ്റെ അതേ ക്രമമനുസരിച്ചായിരിക്കും ക്ലാസ്സുകൾ മുഴുവനും. ക്ലാസ്സുകൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ആയിരിക്കും. പിന്നെ ഓരോ ആഴ്ചയിലും പരീക്ഷയുണ്ടാവും. പിന്നെ ക്ലാസ്സിൻ്റെ PDF നോട്ടുകൾ ഞങ്ങൾ ലഭ്യമാക്കി കൊടുക്കും. ഏറ്റവും ഒടുവിൽ റിയൽ ടൈം എക്സാമിനേഷൻ നടത്തിക്കൊണ്ട് നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും. അതിനുശേഷം സൂം വഴിയുള്ള ഒരു ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷൻസും ഉണ്ടായിരിക്കും. ആഴ്ച തോറും ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷനും ഉണ്ടായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആത്മവിശ്വാസം പകരുന്ന വിധത്തിലുള്ള ഒരു കോഴ്സാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രൊഫ്സ്കെയിലുമായി ബന്ധപ്പെടുക. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവർക്കും അടുത്ത LP-UP പരീക്ഷയിൽ വിജയം ആശംസിക്കുന്നു. ഞാൻ ഡോക്ടർ വി ബാലകൃഷ്ണൻ. സീ യു അഗൈൻ. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.